നമ്മുടെ യേശുക്രിസ്തുവിന്റെ കൃപയിൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. Loving Father and all my dear brothers in Jesus Christ, it is not fair to take the children's food and throw it to the dogs. Jesus said this to the Canaanite women. Why Jesus said like this? Every human beings are the children of God. But here Jesus reacted like an enemy. But the women replied that, yes, Lord, yet even the dogs eat the crumbs fall from their master's table. Jesus replied that, woman, great is your faith. The woman believed in Jesus. Here we can understand that Jesus did not avoid her, but Jesus tested her faith. So she got what she wanted. The end of the gospel says that her daughter was healed instantly. Today we can test our faith, how much we are believing in God. When we are living in this world, we will get more sufferings. Through sufferings, Jesus testing our faith. We have to face all the difficulties. For this days, we can pray this Holy Eucharist, and also we can seek the intercession of Saint John Maria Vianney. Amen. സ്നേഹത്തെ വൈദിക ബ്രദേഴ്സ്, ഇന്ന് ആഗോള തിരുസഭ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷമുണ്ട്. ലോകം മുഴുവനുമുള്ള 20 വൈദികരെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നമുക്ക് ജ്ഞാനസ്നാനം നൽകിയത് മുതൽ ദിവ്യകാരുണ്യം നമ്മുടെ നാവിൽ നൽകിയത് മുതൽ ജീവിത പ്രതിസന്ധികളിൽ നമ്മൾ ഓടിയെടുക്കുന്ന കൃപയുടെ ഇടമാണ് ഇടവക വൈദികർ. തീർച്ചയായും നമ്മുടെ വലിയ സ്നേഹവും കരുതലും പ്രാർത്ഥനയും ആവശ്യമാണ്. ഈ വിശുദ്ധ ദിനത്തിൽ നമ്മുടെ ഓരോ വൈദികരെയും പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. അവർ നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർക്കാം. അവരുടെ പ്രാർത്ഥന ദൈവങ്ങളെ ഓർക്കാം. ലോകം മുഴുവനുമുള്ള എല്ലാ വൈദികരെയും സമൃദ്ധമായ അനുഗ്രഹിക്കണമെന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ സ്വർഗീയ മാധ്യസ്ഥ വഴി ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ദിവ്യരഹസ്യം കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം കരുതി നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ.
ദൈവത്തിനു മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങനെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹിമയ്ക്കിതാ നന്ദി ചൊല്ലും ദൈവത്താഴ്വരയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർഗ്ഗരാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസ്വരൂപേ, കർത്താവാം യേശുക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സ്വരൂപേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർമ്മലം ഭാഗത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാലകൻ, അങ്ങു ദാനേകനാഥൻ, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, വൈദികനായ വിശുദ്ധ ജോൺ മരിയാനെ അജപാലത്തിൽ അങ്ങ് നിസ്തുലനാക്കിയല്ലോ. ഈ വിശുദ്ധന്റെ മാതൃകയും മാധ്യസ്ഥവും വഴി സ്നേഹത്തിൽ ക്രിസ്തുവിന് വേണ്ടി സഹോദരരെ നേടുവാനും അവരോടൊപ്പം നിത്യസൗഭാഗ്യം പ്രാപിക്കുവാനും പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞടകത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഞാൻ ഇസ്രായേലിന് നൽകുന്ന കാനാൻ ദേശം ഉറ്റുനോക്കാം. ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ നേതാവിനെ അയക്കുക. 40 ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിന് ശേഷം അവർ മടങ്ങി. അവർ പാരാൻ മരുഭൂമിയിലുള്ള ഖദേശിൽ വന്ന് മോശയെയും അഹ്റോനെയും ഇസ്രായേൽ ജനം മുഴുവനെയും വിവരം അറിയിച്ചു. ആ ദേശത്തെ പഴങ്ങൾ കാണിക്കുകയും ചെയ്തു. അവർ അവനോട് പറഞ്ഞു, നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു. പാലും തേനും ഒഴുകുന്നതാണത്. ഇതാ അവിടുത്തെ പഴങ്ങൾ. എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. മാത്രമല്ല, അനാക്കിന്റെ വർഗ്ഗക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടു. അമേരിയക്കാർ
കാനാന്യർ കടലോരത്തും ജോർദാൻ തീരത്തും വസിക്കുന്നു. മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാലേബ് പറഞ്ഞു, നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം. അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്. എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിയില്ല. അവർ നമ്മേക്കാൾ ശക്തന്മാരാണ് എന്ന് അവനോട് കൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ തങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് ജനത്തിന് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഉറ്റുനോക്കിയ ദേശം അവിടെ വസിക്കുവാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നതാണ്. അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യരോ അതികായകന്മാർ. നെഫിലീമിൽ നിന്നും വന്ന അനാക്കിന്റെ മകന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു. അവരുടെ മുൻപിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അവർക്ക് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ തോന്നിയിരിക്കണം. രാത്രി മുഴുവൻ ജനം ഉറക്കെ നിലവിളിച്ചു. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, വഴിപഴിച്ച ഈ സമൂഹം എത്ര നാൾ എനിക്കെതിരെ പിറുപിറുക്കും? എനിക്കെതിരെ ഇസ്രായേൽ ജനം പിറുപിറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അവരോട് പറയുക, ജീവിക്കുന്നവനായ ഞാൻ ശബ്ദം ചെയ്യുന്നു. ഞാൻ കേൾക്കെ നിങ്ങൾ പിറുപിറുത്തതുപോലെ ഞാൻ നിങ്ങളോടും ചെയ്യും. നിങ്ങളുടെ ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളിൽ 20 അതിലേറെയും വയസ്സുള്ളവരും എനിക്കെതിരായി പിറുപിറുത്ത ഒരാൾ പോലും നിങ്ങളെ പാർപ്പിക്കണമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് പ്രവേശിക്കുകയില്ല. 40 ദിവസം നിങ്ങൾ ആ ദേശം രഹസ്യ നിരീക്ഷണം നടത്തി. ഒരു ദിവസത്തിന് 1 വർഷം വീതം 40 വർഷത്തേക്ക് നിങ്ങളുടെ അകൃത്യത്തിന് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം. എന്നോട് കാട്ടിയ അവിശ്വസ്തയുടെ രൂക്ഷത അങ്ങനെ നിങ്ങൾ അറിയും. കർത്താവായ ഞാനാണ് പറയുന്നത്. എനിക്കെതിരെ ഒത്തുചേർന്ന ദുഷ്ടന്മാരുടെ ഈ കൂട്ടത്തോട് തീർച്ചയായും ഞാൻ അത് ചെയ്യും. അവരിൽ അവസാനത്തെ മനുഷ്യൻ വരെ ഈ മരുഭൂമിയിൽ മരിച്ചുവിടും. കർത്താവിന്റെ വചനം. കർത്താവെ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു. ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു. ഞങ്ങൾ ദുഷ്ടരോട് പെരുമാറി. ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലായിരുന്നപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങളെ ഗൗനിച്ചില്ല. അങ്ങയുടെ കാരുണ്യത്തെ അവർ അനുസ്മരിച്ചില്ല. കർത്താവെ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അവർ അവിടത്തേക്ക് സ്തുതി പാടി. എങ്കിലും അവർ അവിടുത്തെ പ്രവൃത്തികൾ വേഗം മറന്നു കളഞ്ഞു. അവിടുത്തെ ഉപദേശം തേടിയില്ല. മരുഭൂമിയിൽ വെച്ച് ആസക്തി അവരെ കീഴടക്കി. വിജന പ്രദേശത്ത് വെച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു. കർത്താവെ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. ഈജിപ്തിൽ വെച്ച് കാര്യങ്ങൾ ചെയ്ത തങ്ങളുടെ രക്ഷകനായ ദൈവത്തെ അവർ മറന്നു. ഹാമിന്റെ നാട്ടിൽ വെച്ച് വിസ്മയനീയമായ പ്രവൃത്തികളും ചെങ്കടലിൽ വെച്ച് ഭീതിജനകമായ കാര്യങ്ങളും ചെയ്തവരെ അവർ വിസ്മയിച്ചു. കർത്താവെ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അവരെ നശിപ്പിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു. അവിടുന്ന് തിരഞ്ഞെടുത്ത മോശ ജനത്തിന് മാറായി. അവിടുത്തെ മുൻപിൽ നിന്ന് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ക്രോധം അവരെ നശിപ്പിക്കുമായിരുന്നു. കർത്താവെ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. കർത്താവേ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. Hallelujah, hallelujah,
നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഗെനേസറത്തിൽ നിന്ന് പുറപ്പെട്ട് ടയർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണം. എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നിരവധിയായ ആഗ്രഹമോക്ഷങ്ങൾ അറിയുന്ന സ്നേഹിതരാമായ ദൈവത്തിന്റെ പാദസന്നിധിയിൽ നമ്മയും നമ്മുടെ പ്രാർത്ഥന ദൈവങ്ങളെയും ലോകം മുഴുവനെയും സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും നിത്യനുമായ നല്ല ദൈവമേ, അങ്ങയുടെ തിരുസഭയുടെ പ്രവർത്തനങ്ങളെ കാരുണ്യപൂർവ്വം തൃക്കൺ പാർക്കണമേ. തിരുസഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ വാത്സല്യപൂർവ്വം കാത്തു സൂക്ഷിക്കണമേ. ഈ മഹാചാര്യന്റെ നേതൃത്വത്തിൽ അങ്ങയുടെ ജനത്തെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർന്നു വരുവാൻ കഴിയണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കൃപാവരങ്ങൾ വർഷിച്ച് ഞങ്ങളുടെ IVD സഭയെ വിശദീകരിക്കണമേ. ഞങ്ങളുടെ സഭയെ നയിക്കുന്ന കേരള റീജിയൻ ഡയറക്ടറെയും മലയാള കൗൺസിൽ അംഗങ്ങളെയും അങ്ങയുടെ സ്നേഹത്തിന്റെ സാക്ഷികളാക്കണമേ. ഞങ്ങളുടെ സഭയിലെ എല്ലാ വൈദികരെയും മേരിഡ് കപ്പിൾസിനെയും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ശക്തിപ്പെടുത്തുകയും അങ്ങയുടെ അജഗണത്തെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള ശാരീരികവും മാനസികവുമായ എല്ലാ ആരോഗ്യവും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഭരണാധികാരികൾ
സംരക്ഷിക്കണമേ. രാജ്യമെമ്പാടുമുള്ള സമസ്ത ജനങ്ങൾക്കും സമാധാനവും സ്വാതന്ത്ര്യവും ഭദ്രതയും പ്രദാനം ചെയ്യാൻ അവരെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമാവിധം കൊറോണ ബാധയാൽ ക്ലേശം അനുഭവിക്കുന്ന എല്ലാവരെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നാഥ, അങ്ങേ ആണിപ്പെടുത്താർന്ന മുൻകരം നീട്ടി അവരെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനായ നല്ല ദൈവമേ, എല്ലാ വിശ്വാസികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമാവിധം ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർതിരിഞ്ഞ എല്ലാ ബന്ധുമിത്രാദികളായും പരോപകാരികളെയും സമർപ്പിക്കുന്നു. അവരെ ഭൂമിയിലായിരുന്നപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് അവരെ നിത്യസൗഭാഗ്യത്തിലേക്ക് സ്വീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് ഇന്നേ ദിവസം ലോകം മുഴുവനുള്ള എല്ലാ വൈദികരാകുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ കൃപയുടെ പാതാതീരത്തിലായിരിക്കുന്ന നമ്മയും നമ്മുടെ പ്രാർത്ഥന ദൈവങ്ങളെ സമർപ്പിക്കാം. കർത്താവിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും സംരക്ഷണത്തെ അറിയിക്കുന്നു. കൃപാനിധിയായ ദൈവമേ, അങ്ങേ വത്സരമക്കളായ ഞങ്ങൾ ഈ പുണ്യപ്രഭാതത്തിൽ അങ്ങയോട് യാചിച്ചതും അങ്ങയോട് യാചിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചതുമായ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഹൃദയാഭിലാഷങ്ങളും അങ്ങ് അറിയുന്നുണ്ടല്ലോ. യാചിക്കുവാൻ പോലും അർഹതയില്ലാത്ത ബലഹീനരും ഭാവികളുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് ദയാപൂർവ്വം സ്വീകരിക്കുകയും ആവശ്യമായ കൃപാവരങ്ങൾ നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദേശത്തെയും ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുവേണമേ. സർവ
സഹോദരങ്ങളെ, ഞങ്ങളുടെയും നിങ്ങളുടെയും ബലി സർവ്വസത്തിന് പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. ദൈവമേ, അങ്ങേ വിശുദ്ധരുടെ സ്മരണ ആചരിച്ചുകൊണ്ട് സ്തുതിയുടെ ഈ കാഴ്ച വസ്തുക്കൾ സ്നേഹപൂർവ്വം അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഈ യാഗവസ്തുക്കൾ ഇഹലോകത്ത് ഞങ്ങൾക്ക് ആശ്വാസവും പരത്തിൽ നിത്യജീവന്റെ പ്രത്യാശയുടെ അനുഭവമാകുവാൻ തിരുമനസ്സാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വശക്തനുമായ ദൈവമേ, എപ്പോഴും അങ്ങേക്ക് ഞാൻ കരുതൽ അർപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാകുന്നുവല്ലോ. അങ്ങ് വിശുദ്ധരുടെ സമൂഹത്തിൽ വാഴ്ത്തപ്പെടുകയും അവിടെ യോഗ്യതകൾക്ക് കിരീടമണിയിച്ചുകൊണ്ട് അങ്ങേ ദാനങ്ങൾക്ക് തന്നെ മകുടം ചാർത്തുകയും ചെയ്യുന്നു. അവിടെ ജീവിതം ശൈലി വഴി ഞങ്ങൾക്ക് മാതൃകയും ഐക്യം വഴി പങ്കാളിത്തവും മാധ്യസ്ഥ വഴി സഹായവും അങ്ങ് പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഇത്രയേറെ സാക്ഷികളാൽ സ്ഥിരീകരിക്കപ്പെട്ട് മുന്നിലുള്ള ജീവിത സമരത്തിൽ വിജയികളായി മുന്നേറുവാനും മഹത്വത്തിന്റെ അക്ഷയ കിരീടം അവരോടുകൂടി കരസ്ഥമാക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി അങ്ങ് ഞങ്ങൾക്കിടയാകുന്നു. ആകയാൽ എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോട് ചേർന്ന് അങ്ങേ അനന്ത മുഖത്തെ പ്രഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ താഴ്മയോടെ ആലപിക്കുന്നു. കർത്താവേ, സർവ്വശക്തിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവിനാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമരസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും.
വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങളീ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണമുയർവോർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിനും രക്തത്തിനും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദികഗണത്തോടും വന്ന് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് ഇന്നത്തെ ഞങ്ങളുടെ വിശുദ്ധനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ക്രിസ്തുനാഥൻ പിതാവായ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. മത്സരമകളായി നമുക്ക് നമ്മെ ലോകം മുഴുവനുമുള്ള വൈദികരെ തൃക്കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അവിടെ നമ്മെ പഠിപ്പിച്ചതിന് വേണ്ടി പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം, സ്വർഗ്ഗത്തിലേതുപോലെ നിന്നുള്ളം പാരിലുമായിടണം. അന്നന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങൾ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയെ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷകൊണ്ട് അങ്ങേ കരുണയും സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ പാർത്ത് അങ്ങേ തിരുവള്ളുവനുസരിച്ച് തിരുസഭയ്ക്കും ലോകം മുഴുവനും സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ചിരിക്കുകയും
വാഴുകയും ചെയ്യുന്നതാണ് ഈ പ്രാർത്ഥന കേട്ടുവേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവർ, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ, അനുഗ്രഹീതർ. കർത്താവേ, ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിന് സംരക്ഷിക്കണം. നാവിൻ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം.
നിൻഹിതമറിയാ ഹൃദയം പ്രാപ്തമാക്കൂ. എന്നിടമല്ല തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം. നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ ശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ രക്തമേ, എന്നെ ലഹരിപ്പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുനാമത്തിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോയെ, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറുകളുടെ എന്നെ മറച്ചുകൊള്ളണമേ. നിന്നെ നടന്നു പോകുവാൻ എന്നെ അനുവദിക്കരുത്. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്റെ മരണസമയത്ത് എന്നെ അങ്ങയുടെ പക്കലേക്ക് വിളിക്കണമേ. നിന്റെ പരിശുദ്ധമാരുടെ നിന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് അങ്ങേ പക്കലേക്ക് വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. കർത്താവായ യേശുവേ, ഇന്നേ ദിനം ഓരോ ഞായറിലും അങ്ങയെ പറ്റി ചിന്തിക്കുവാനും അതുവഴി അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കുവാനും എനിക്ക് കൃപ നൽകണമേ. കർത്താവായ യേശുവേ, ഇന്നേ ദിനം എന്റെ ഹൃദയത്തിലെ എല്ലാ ദുഃഖവും വെറുപ്പും വിദ്വേഷവും അകറ്റുവാനും അതുവഴി വിമർശിക്കാതെ സ്നേഹിക്കുവാനും പരാതിപ്പെടാതെ സേവിക്കുവാനും എനിക്ക് കൃപ നൽകണമേ. കർത്താവായ യേശുവേ, ഇന്നേ ദിവസം അങ്ങയുടെ കാരണങ്ങളെ പിന്തുടരുവാനും അതുവഴി അങ്ങയുടെയും അങ്ങേ മാതാവിന്റെയും മാതൃക അനുകരിച്ച് എന്റെ ജീവിതത്തിലെ ഓരോ ദിവസവും സമാധാനത്തിനാകുവാനും എനിക്ക് കൃപ നൽകണമേ. ആമേൻ. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, മറിച്ച് ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി തൻ്റെ ജീവൻ സമർപ്പിക്കുവാനുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, വിശുദ്ധ ജോൺ മരിയ വികാരിയുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് അങ്ങേ സ്നേഹപൂർവ്വം ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ദൃഢവിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം പിന്തുടരുവാനും വിശ്വാസദാനം അതിൻ്റെ സമഗ്രതയിൽ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും ഈ വിശുദ്ധ ബലിയുടെ അമൂല്യ ശക്തിയാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പുരോഹിതനീശോയെ, നിന്റെ പുരോഹിതദാസരെ പിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. നിത്യപുരോഹിതനീശോയെ, നിന്റെ പുരോഹിതദാസരെ പിന്മയിലൊന്നും വീഴാതെ
നിർമ്മലരായി